ഒരു രാഷ്ട്രീയ പകപോക്കലെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലേക്കാണിനി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുത്ത വാർഡിലെ റോഡിന് അനുവദിച്ച ഫണ്ട് MLA പിൻവലിച്ചുവെന്ന് പരാതി. വൈക്കം നഗരസഭ 23-ാം വാർഡിലെ റോഡ് പുനർനിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ CK ആശ MLA ആണ് പിൻവലിച്ചത്. ഇതാണ് പരാതിക്ക് ആധാരം. എന്നാൽ എസ്റ്റിമേറ്റ് ലഭിക്കാത്തതിനാലാണ് നടപടിയെന്നാണ് MLA നൽകുന്ന വിശദീകരണം. ടോബി ജോൺസൺ പറയും അതേക്കുറിച്ച് ആശയുണ്ട്, റോഡില്ല. കഴിഞ്ഞ ജൂലൈ 18-നാണ് 23-ാം വാർഡിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഭാഗത്തെ വയനവേലി റോഡ് നവീകരണത്തിന് ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാൻ MLA CK ആശ ശുപാർശ നൽകിയത്. ജൂലൈ 29-ന് എസ്റ്റിമേറ്റ് ലഭ്യമാക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഈ മാസം 12-ന് ഈ പ്രവൃത്തി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് MLA കളക്ടർക്ക് കത്തു നൽകി. ഇതാണ് വിവാദമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് LDF-ൽ നിന്നും UDF പിടിച്ചെടുത്തിരുന്നു. ഇതാണ് ഫണ്ട് പിൻവലിക്കാൻ കാരണമെന്നാണ് ആരോപണം. ഈ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ 5 സ്ഥാനാർത്ഥികളാണ് ഈ മേഖലയിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ളത്. ആ UDF-ന്റെ വിജയത്തിൽ പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ ഇവിടുത്തെ വോട്ടർമാരോട് ഉള്ള വെല്ലുവിളിയാണ് സത്യത്തിൽ MLA നടത്തിയിട്ടുള്ളതെന്നാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. എന്നാൽ ആരോപണം CK ആശ MLA നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ്. രാഷ്ട്രീയം നോക്കി ഒന്നും ചെയ്തിട്ടില്ല. എസ്റ്റിമേറ്റ് പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് ഫണ്ട് മാറ്റേണ്ടി വന്നതെന്നും CK ആശ പറഞ്ഞു. അവിടെ UDF ആവട്ടെ, ആര് ജയിക്കട്ടെ, ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ഞാനതിൽ രാഷ്ട്രീയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇനിയിപ്പോൾ ഒരു ഫെബ്രുവരി മാസം 2nd വീക്കോടുകൂടി ഞങ്ങൾ വീണ്ടും റിവ്യൂ നടത്തുമ്പോൾ ഇതുപോലെ തന്നെ വർക്കുകൾ പിന്നെയും കാണും. അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ ഇതിന് വെക്കും. അതിപ്പോ ബ്ലോക്കിന് വെച്ചു. ഇപ്പൊ ബ്ലോക്കിന് നമ്മൾ 10 ലക്ഷം രൂപ മാറ്റിയത് വീണ്ടും ഇപ്പൊ ബ്ലോക്കിന് അത് ഇതിനോടൊപ്പം തന്നെ വെട്ടി മാറ്റിയതായിരുന്നു. അതിനിപ്പം നമ്മൾ അഡീഷണൽ 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ നമ്മൾ അതിന് വെച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് വെക്കും. ആ നാട്ടിലെ ജനങ്ങൾ എന്നെയും കൂടി എനിക്ക് വോട്ട് ചെയ്തവരും എന്റെ പ്രിയപ്പെട്ടവരും അല്ലേ. 4 വർഷത്തിലേറെയായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് നാട്ടുകാർക്ക് വലിയ ദുരിതമായിരുന്നു. വെള്ളക്കെട്ടുണ്ടാകുന്ന റോഡ് ഉയർത്തി നിർമ്മിക്കുന്നതിനു കൂടിയാണ് തുക അനുവദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ വിഷയം വലിയ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും വിവാദം മാറ്റിവെച്ച് റോഡ് നവീകരണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ടോബി ജോൺസൺ പറഞ്ഞതുപോലെ വിവാദമൊക്കെ മാറ്റിവെച്ച് ആ റോഡിന്റെ കാര്യത്തിനായുള്ള കൂട്ടായ ഒരു പരിശ്രമം ആ നാട്ടുകാരും MLA-യും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും ചേർന്ന് നടത്തട്ടെ. MLA-യുടെ വാക്കുകൾ തൽക്കാലം ഏതായാലും വിശ്വസിക്കാം. ഫെബ്രുവരിയിൽ എന്തെങ്കിലും, അതായത് ഈ മാസം എന്തെങ്കിലും ഒരു മാറ്റം അതിലുണ്ടാകുമോ, എസ്റ്റിമേറ്റ് സമർപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. എസ്റ്റിമേറ്റ് സമർപ്പിച്ചു കഴിഞ്ഞ് വൈകാതെ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയും ആ നാട്ടുകാർക്ക് വീണ്ടും അവിടെ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണി നീളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ വൈക്കം MLA CK ആശ നടപടി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.